കൂടുതൽ ഈ ഉമ്മത്ത് അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് നമുക്ക് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ആയുസ് കുറഞ്ഞവരാണ്, ആരോഗ്യം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. ഒരുപാട് അമല് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരുപാട് സമുദായങ്ങൾ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സ്ഥിതി നമുക്കറിയാം. 950 കൊല്ലമാണ് മഹാനവറുകൾ ജീവിച്ചത്. ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെടുന്ന പ്രവാചകന്റെ മാത്രം ആയുസ്സായിരിക്കില്ല അത്. ആ സമുദായത്തിന്റെയും ഒരു ശരാശരി അങ്ങനെ തന്നെ ആയിരിക്കണം. എന്നാലും 600 700 ഒരുപാട് കൊല്ലങ്ങളോളം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവസരം ലഭിക്കപ്പെടുന്ന ആ സമുദായത്തെ അവരുടെ അമലുകൾ കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലുണ്ടായ സങ്കടം എന്റെ ഉമ്മത്തിനതില്ലല്ലോ. ആ ഘട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിച്ചരുളിയ ഏറ്റവും വലിയ സമ്മാനമാണ് ലൈലത്തുൽ ഖദ്ർ. ഒരു പുരുഷായുസ് കൊണ്ട് ഒരു മനുഷ്യൻ ഇബാദത്തെടുത്താൽ തീരാൻ കഴിയാത്തത്ര മഹനീയമായ പുണ്യങ്ങൾ വാരിക്കോരി നിറച്ചുകൊണ്ട് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഖൈറായ രാത്രി. 84 കൊല്ലം 83 ചില്ലാനം കൊല്ലം തുടർച്ചയായി ഇബാദത്തിൽ മുഴുകാൻ ആർക്കാ സഹോദര സാധിക്കുക? എനിക്കോ നിങ്ങൾക്കോ മനസ്സ് വെച്ചാൽ സാധിക്കുമോ? ഒരു 100 കൊല്ലം ജീവിക്കാൻ ഒരാൾക്ക് ആയുസ് നൽകപ്പെട്ടാൽ പോലും അയാൾക്ക് 83 ചില്ലാനം കൊല്ലം തുടർച്ചയായി ഇബാദത്തെടുക്കാൻ കഴിയുമോ? കഴിയില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ആലമീൻ എത്ര കൊല്ലം ഒരാൾക്ക് ആയുസ് നൽകുന്നുവോ ആ കൊല്ലങ്ങളിൽ മുഴുവൻ ഓരോ ദിവസമതാ ഒരൊറ്റ രാത്രി നീ ഉപയോഗപ്പെടുത്തിയാൽ നിന്റെ ജീവിതത്തിൽ മുഴുവൻ നീ ചെയ്താൽ കിട്ടാത്തത്ര വലിയ പോരിശയാണ്, മഹത്വമാണ് കിട്ടാൻ പോകുന്നത്. ലൈലത്തുൽ ഖദ്ർ ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. മലക്കുകളുടെ ഒഴുക്കാണെന്ന് അല്ലാഹു തുടരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. മലായിക്കത്തുകൾ ഒഴുകി ഇറങ്ങുകയാണ്. തനസ്സലുൽ മലായികത്തു വറൂഹ്, മലക്കുകൾ റഹ്മത്തിന്റെ മാലാഖമാർ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി ലോകത്തേക്ക്, വാനലോകത്ത് നിന്ന്. മലായിക്കത്തുകളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നിന്ന് കൂലം കുത്തി ഒഴുക്കാണ് ഭുവനലോകത്തേക്ക്. മലക്കുകൾ ഒഴുകുകയാണ്. നേതാവാരാണ്? മലക്കുകളുടെ പടയെ നയിക്കുന്ന നേതാവാരാണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനും മലായിക്കത്തുകൾക്കുമൊക്കെ കയറിപ്പറ്റാവുന്ന, സന്ദർശിക്കാവുന്ന പരുവത്തിലാണോ എന്റെയും നിങ്ങളുടെയും ഒക്കെ ഖൽബും വീടുകളും ഒക്കെ ഉള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാമിനും റഹ്മത്തിന്റെ മലക്കുകൾക്കുമൊക്കെ സന്ദർശനം നടത്താവുന്ന പരിശുദ്ധിയിലാണോ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളുള്ളത്? നമ്മുടെ വീടുകളുള്ളത്, നമ്മുടെ വീടുകളിലെ സജ്ജീകരണങ്ങളുള്ളത്, നമ്മുടെ സംസ്കാരമുള്ളത് അവർക്കൊക്കെ കയറാനും കാണാനും പറ്റിയ സ്ഥലങ്ങളാണോ? ലാ യദ്ഖുലുൽ മലായിക, മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്നതല്ലെന്ന് പറഞ്ഞ സർവ്വതോന്യാസങ്ങളും സർവ്വ ആളുകളുടെയും ഖൽബുകളിലും വീടുകളിലും നിറഞ്ഞാടി തിമർത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മലായികത്തും റൂഹുമൊക്കെ ഇറങ്ങുന്ന ഈ രാത്രിയിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പുണ്യവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നമ്മൾ അവരെ സ്വീകരിക്കാനും വലിയ വലിയ ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ദിവസങ്ങളായ ഇത്തരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ അത് നേടിയെടുക്കാനും മാത്രം നാം ശുദ്ധരാണോ? പരിശോധിക്കേണ്ട നേരമാണിത്. എന്നിട്ട് പരിശോധിച്ചിട്ടോ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയേ പറ്റൂ, ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിച്ചേ പറ്റൂ. നാം ചിന്തിച്ചു നോക്കുക, അല്ലാഹു റബ്ബുൽ ആലമീൻ കഠിന കഠോരമായി വെറുത്തിട്ടുള്ള സംഗതികൾ നിറഞ്ഞാടുന്ന ഭവനങ്ങളാണ് ഇന്ന് നമ്മുടെ വീടുകൾ, അല്ലേ? പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുത്തിട്ടുള്ള നമ്മുടേതായ സർവ്വ സൂക്ഷ്മതകളെയും തകരാൻ ഇനി അധികം ദിവസങ്ങളില്ല. ലൈലത്തുൽ ഖദ്റിന്റെ ഏറ്റവും വലിയ മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഇരിപ്പാണ്. കഴിഞ്ഞുപോയോ എന്തോ അള്ളാഹുവിനാണ് അറിയുക. റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങളത് പ്രതീക്ഷിക്കുക. 10 ദിവസങ്ങളിലെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒറ്റയായ രാവുകളിൽ സാധ്യതകളുള്ള ദിവസങ്ങൾ അതും കുറെ കഴിഞ്ഞുപോയി. ഇന്ന് വരാനിരിക്കുന്ന ഒരു രാവും ഏറെ സാധ്യതയുള്ള ഒരു രാവാണ്. ഉപയോഗപ്പെടുത്തിയവർ മഹാന്മാർ ഉപയോഗപ്പെടുത്തി, അല്ലാത്തവർ വലിയ നഷ്ടത്തിലായി. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് നാം നമ്മുടെ നാഥനോട് ഏറ്റുപറയേണ്ടത്? നാഥ,
ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി തന്നെയാണ് ഖദറിന്റെ രാത്രിയിലും പ്രധാനമായും ഏറ്റുപറയേണ്ടത്. തൗബ തന്നെയാണ്, പശ്ചാത്താപം തന്നെയാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന വേളയിലും നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ വരേണ്ടത് കുറ്റബോധമാണ്. പൊറുക്കണേ അല്ലാ എന്ന പ്രാർത്ഥനയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഏറ്റവും വലിയൊരു സംഗതി വേറെയില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എന്താണ് ഏറെ എന്റെ നാഥനോട് ചോദിക്കേണ്ടത്? എന്തിനാ ഞാൻ ചോദിക്കേണ്ടത്? ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ പ്രതീക്ഷ എന്താണെങ്കിൽ അതല്ലേ ആ അവസരത്തിൽ മുത്ത് മുസ്തഫ പഠിപ്പിക്കേണ്ടത്? ഒരാൾ ഈ ലോകത്ത് ഏറ്റവും നേടിയെടുക്കേണ്ട സമ്പാദ്യം എന്താണെങ്കിൽ അതല്ലേ ഏറ്റവും കിട്ടേണ്ട അവസരത്തിൽ ചോദിക്കേണ്ടത്? ചോദിക്കുന്നതൊക്കെ തരും എന്ന് പറയുന്ന 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ടെന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ രാവിൽ ചോദിച്ചാൽ എന്തും കിട്ടുമെന്ന് ഉറപ്പുള്ള ദിവസത്തിൽ എന്തു പറയണം എന്ന മഹദിയുടെ ചോദ്യത്തിന് മുത്ത് മുസ്തഫ പറയേണ്ടത് എന്തായിരിക്കും? നമ്മളുടെയൊക്കെ കണക്കുകൂട്ടൽ അനുസരിച്ച് കുറെ പണം തരണം അല്ലാ, സൗകര്യങ്ങൾ തരണം അല്ലാ, പ്രയാസങ്ങൾ തീർക്കണം അല്ലാ, നല്ല വീട് വേണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ കിട്ടുമെന്നുറപ്പുള്ള അവസരത്തിൽ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നരകത്തിൽ നിന്ന് രക്ഷ നേടലാണ്. അതിനാവശ്യമായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മാപ്പ് കിട്ടലാണ്. ഏറ്റവും വലിയ മാപ്പ് കിട്ടണം. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആയിഷ നീ അധികരിപ്പിച്ചോ, നീ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ മാപ്പ് കൊടുക്കുന്നവനാണ്. അല്ലാഹ്, മാപ്പ് കൊടുക്കൽ നിനക്ക് വലിയ ഇഷ്ടമാണ്. ഒരാളോട് മാപ്പ് കൊടുക്കുക എന്നുള്ളൊരു മനുഷ്യനല്ലേ പ്രയാസമുള്ളത്? അല്ലാഹുവിന് അത് ഏറെ ഇഷ്ടമാണ്. ഫഅഫു അന്നീ, ഫഅഫു അന്നീ, നീ എന്നോട് മാപ്പാക്കണം, എന്നോട് മാപ്പാക്കണം. ആവർത്തിച്ച് ഇത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നരകമോചനത്തിന് ആവശ്യമായത് മഗ്ഫിറത്താണ്, അഫ്വ് കിട്ടലാണ്. അല്ലാഹുവിനോട് നിരന്തരമായി അതിന് ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ മനസ്സ് മുഴുവൻ, അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഹറാമിന്റേതായ രക്തം തിളച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ, റമദാനായിട്ട് പോലും കണ്ണിനെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ഹതഭാഗ്യന്മാർ, കാതുകളെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ടില്ലാത്ത ദൗർഭാഗ്യവാന്മാർ, നാക്ക് നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്ത ദൗർഭാഗ്യവാന്മാർ കാത്തിരിക്കുകയാണ് പെരുന്നാൾ ആഘോഷിക്കാൻ, കാത്തിരിക്കുകയാണ് പെരുന്നാൾ ആഘോഷിക്കാൻ. കഴിഞ്ഞോ നമുക്ക് ഈ മാസം? പരിശുദ്ധമായ ഈ മാസത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനത്തിന് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞുവോ? കരഞ്ഞു പറഞ്ഞുവോ? കൂട്ടക്കരച്ചിലിന്റെ നേരമല്ല, ആളുകളുടെ മുമ്പിൽ ഇരുന്ന് കരയേണ്ട സന്ദർഭമല്ല, ഒറ്റക്കിരുന്നു കൊണ്ട് എന്റെ ഖബർ ഓർത്തുകൊണ്ട് കരയേണ്ട നേരമാണിത്. എന്റെ ഖബർ ഞാൻ ഓർക്കണം, എന്റെ മഹ്ശർ ഞാൻ ഓർക്കണം. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. ഒറ്റക്കൊറ്റക്ക് കണക്ക് പറയാനുണ്ട്. അവിടെ പാർട്ടിക്കാരില്ല ഹെൽപ്പ് ചെയ്യാൻ, ഗ്രൂപ്പുകാരില്ല, നേതാക്കന്മാരില്ല, സംഘടനകളില്ല, ആരും നമ്മെ സഹായിക്കാനില്ല. അവനവന്റെ അമല് മാത്രം അവിടെ മുടിനാരിഴകീറി വേർതിരിക്കപ്പെടുകയാണ്. അല്ലാഹ് നിന്റെ കോടതിയിലെത്തുമ്പോ ഞാൻ എന്തു പറയും? ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു പലതും, ഭർത്താവിന് വേണ്ടി ഞാൻ പലതും ചെയ്തു, ജ്യേഷ്ഠാനുജന്മാരെ തൃപ്തിപ്പെടുത്താൻ പലതും ചെയ്തു, നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ ചെയ്തു, പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ ചെയ്തു, പലരെയും തൃപ്തിപ്പെടുത്താൻ ചെയ്തു. അല്ലാഹ്, ആരെയും ഇന്ന് എനിക്ക് കാണുന്നില്ലല്ലോ, ഞാൻ എന്ത് പറയും, ഞാൻ എന്ത് ചെയ്യും എന്റെ നാഥന്റെ മുമ്പിൽ? ഇതോർത്തൊറ്റക്കിരുന്ന് കരയാൻ കഴിയണം. അതിനുള്ള രാവുകളായി ഇനിയും വരുന്നത്, അതിനുള്ള പകലുകളായി ഇനിയും വരുന്നത്. പക്ഷേ ചിന്ത മാറിപ്പോയി. പിശാചിന്റെ അനുയായികൾ ഇശൽ സന്ധ്യക്കുള്ള പ്രോഗ്രാമുകൾ ചാർട്ട് ചെയ്തു തുടങ്ങി. മനസ്സിലാക്കണം, നമ്മെ നശിപ്പിക്കാൻ, നമ്മെ തകർക്കാൻ ഒരാൾക്കും നാം മരുന്ന് കൊടുക്കരുത്. അതുകൊണ്ട് ഖദറിന്റെ രാത്രിയെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന വേളകളാണ് ഇനിയും നമ്മുടെ മുമ്പിൽ വരാനുള്ളതെങ്കിൽ ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടെ സഹോദര. അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടുന്ന നേരമാണിത്.
അത് തന്നെ ആവർത്തിച്ച് പറയേണ്ടതാണ്. ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതെ പോയാലുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം അത് മനസ്സറിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു.